ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 8 മണി മുതൽ കൗണ്ടിംഗ് ആരംഭിക്കും. അതേസമയം ചേലക്കരയിൽ UR പ്രദീപ് തന്നെ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF പാളയം. എന്നാൽ അട്ടിമറി വിജയം കരസ്ഥമാക്കുമെന്നാണ് UDF പാളയം പറയുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നാളെ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കിക്കഴിഞ്ഞു. ചേലക്കര നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷകനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങുക. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് 4 ടേബിളുകളും ETPBMS 1 ടേബിളിലും EVM വോട്ടുകൾ എണ്ണുന്നതിനായി 14 ടേബിളുകളും ഉൾപ്പെടെ ആകെ 19 ടേബിളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ടേബിളുകളിലും സഹവരണാധികാരിയുടെ നിയന്ത്രണമുണ്ടാകും. കൂടാതെ തിരഞ്ഞെടുക്കുന്ന 5 VVPAT മെഷീനുകളിലെ സ്ലിപ്പുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് VVPAT കൗണ്ടിംഗ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ ഹാളിൽ വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോഗ്രാഫി ചെയ്യുന്നതിനുള്ള നടപടികളും പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രത്തിനുള്ള കനത്ത സുരക്ഷാ ബന്ദോബസ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 3 തട്ടുകളിലായി വിന്യസിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ 100 മീറ്റർ ചുറ്റളവ് കാൽനട പ്രദേശമായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ ഫലം മാധ്യമങ്ങൾക്ക് നൽകുന്നതിനായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മീഡിയ സെന്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം ചേലക്കരയിൽ UR പ്രദീപ് തന്നെ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF പാളയം. നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്നത് UR പ്രദീപ് തന്നെ പങ്കുവയ്ക്കുന്നു. വിജയപ്രതീക്ഷ നല്ല തന്നെ. ഓരോ ദിവസം കഴിയുമ്പോൾ അത് ആവേശം കൂടുതൽ തന്നെ ചെയ്തിട്ടുള്ളൂ. അത് കാരണം അങ്ങനെ പറയാൻ കാരണം തിരഞ്ഞെടുപ്പ് ദിവസം ശേഷം നിരവധി ആളുകൾ ബന്ധപ്പെടുകയും രഹസ്യമായ ചില വീഡിയോകൾ മറ്റിതര രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ ആത്മവിശ്വാസം കൂടുക ചെയ്ത്. കാരണം അവർ MLA ആയുള്ള കാലഘട്ടത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാരായാലും അവർ ബന്ധപ്പെട്ടപ്പോൾ കാര്യം നടന്നു കിട്ടി. അപ്പുറത്ത് അവരുടെ കേന്ദ്രത്തിൽ അത് നടക്കാതെ വന്നപ്പോഴുമുള്ള ഒരു അമർഷം UR പ്രദീപിനെ സഹായിച്ചാൽ എന്നാൽ പിന്നെ അദ്ദേഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നടക്കുമല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് എന്നെ സമീപിച്ച് ഇങ്ങനെ ഈ വിവരം കൈമാറിയതും അതിൻ്റെ തെളിവ് കൈമാറി തന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്നാൽ അട്ടിമറി വിജയം കരസ്ഥമാക്കുമെന്നാണ് UDF പാളയം പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വോട്ടുനില മെച്ചപ്പെടുത്തുമെന്നുള്ള ചർച്ചകളാണ് NDA ക്യാമ്പിൽ നടക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ടുകൾ സംബന്ധിച്ച ഇരു മുന്നണികളും ആശങ്കപ്പെടുന്നുണ്ട്. സുനിൽ അരിമാനൂർ, കൈരളി ന്യൂസ്, തൃശൂർ.